ഈ BLO മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത സംഭവം വളരെ ദുഃഖകരമാണ്. ആ ദുഃഖത്തിൽ പങ്കാളിയാകുക എന്നുള്ളതിന് പകരം തെറ്റായി വ്യാഖ്യാനിച്ച് ആ ആത്മഹത്യ ചെയ്ത സർക്കാർ ജീവനക്കാരെയും അവരുടെ കുടുംബത്തെയും ഇങ്ങനെ അവമാനിക്കാൻ കോൺഗ്രസ് UDF പുറപ്പെടാൻ പാടില്ലായിരുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഏറ്റുകൊടുക്കയിലുള്ളൊരു BLO ആത്മഹത്യ ചെയ്ത സംഭവമാണ്. ഇന്നതാ രാജസ്ഥാനിൽ SIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു BLO ആത്മഹത്യ ചെയ്തു. വയനാട്ടിൽ ഈ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു BLO തലകറങ്ങി വീണ് ബോധം കെട്ടിട്ട് ആശുപത്രിയിലാണ്. ഇത് വയനാട്ടിൽ മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബംഗാളിൽ ഒരു BLO തലകറങ്ങി വീണ് കൽക്കട്ടയിൽ ആശുപത്രിയിലാണ്. ഇത് നാം മനസ്സിലാക്കേണ്ടത്, ഈ SIR തീവ്ര വോട്ടർ പരിശോധന ഇത് യഥാർത്ഥത്തിൽ ഒരു വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമല്ല. BJPക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റി തീർക്കാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ഈ നടപടികളെല്ലാം എന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും.